ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കേ ഒരു കുർത്തി നെക്ക് ഡിസൈനിങ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്യാൻവാസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസ് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നെക്ക് തന്നെ മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണത് ആ പെന്നിൽ ഇങ്ക് തീർന്നിരിക്കുകയാണ്. പെന്നൊന്ന് മാറ്റിട്ടെ കേട്ടോ, വേറെ പെന്ന് എടുക്കട്ടെ. രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിനുസുള്ള ഭാഗം അകത്തായിട്ടാണ് മടക്കിയിട്ടേക്കണത്, കണ്ടോ? അപ്പോൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ ഡെപ്തും വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ വീതി നമുക്ക് 3.5 ഇഞ്ചാണ് വേണ്ടത്. അതേ 3.5 ഇഞ്ച് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നെക്കിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് നോക്കാം. ഒരു 6 ഇഞ്ചാണ് ഇറക്കം വേണ്ടെങ്കിൽ 6 ഇഞ്ചാണ് വേണ്ടെങ്കിൽ 6 മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ അളവ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ? അപ്പോൾ ഏതൊരു നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാനും ഫസ്റ്റ് നമ്മൾ ഇതുപോലെ സ്ക്വയർ ആക്കി എടുത്തിട്ട് അതിലാണ് നമ്മൾ ഓരോ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത് ഒന്ന് കുറക്കാണ്, ഇറക്കം കുറക്കാണ്. 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേ 1.5 തന്നെ ഇപ്പുറവും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഉള്ളിലൊരു കുഞ്ഞ് ബോക്സും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വർക്ക് എത്ര ഇഞ്ച് വേണമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ഞാനൊരു 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. കണ്ടോ, താഴത്തെ വരയെന്നാണ് കേട്ടോ 7 ഇഞ്ച് കൊടുക്കുന്നത്, മുകളിലത്തെ വരയെന്നല്ല. താഴത്തെ വരയെന്ന് 7 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ വീതിക്ക് തന്നെ, ഈ ഒരു ടേപ്പിൻ്റെ വീതിക്ക് തന്നെ മാർക്ക് ചെയ്യുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യണം, അളന്നിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പത്തിന് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ടേപ്പിൻ്റെ കറക്റ്റ് വീതി എടുക്കുക. ഈ ടേപ്പിന് ഒരു 3/4 ഇഞ്ചിനേക്കാളും കൂടുതൽ വീതിയുണ്ട്. ഓക്കെ, കണ്ടോ കറക്റ്റായിട്ട്. അപ്പോൾ മുകളിലത്തെ വരെ നമുക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ, നമ്മൾ മുകളിലൊരു കുഞ്ഞു ബോക്സ് ഉണ്ടാക്കിയില്ലേ, അതുവരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്തത് നെക്കൊന്ന് ഇവിടെ റൗണ്ട് ഷേപ്പ് കൊടുക്കുക. മുകളിലത്തെ കള്ളിയിലാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള നെക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണ പോലെ അകത്തേക്ക് വെച്ചിട്ട് ഒരു പാക്കിംഗ് ഒക്കെ കൊടുക്കണത്. എന്താണെങ്കിലും നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഔട്ട്ലൈൻ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊന്നും പോകരുത്. ആ മാർക്ക് ചെയ്ത വരയിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് എഴുതുക. ഇനി എന്തെങ്കിലും പുതിയ മോഡൽ നെക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്തേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കൊരു കുക്കിംഗ് ചാനലുണ്ട്, ഷായിസ് കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. ചെറിയ കുട്ടി കുക്കിംഗ് ഒക്കെ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പ് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വ്ളോഗായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിഷ്ടമാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ. കറക്റ്റായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, തെന്നിയൊന്നും പോവാതെ തന്നെ കട്ട് ചെയ്യുക. ഈ മോഡലാണ് ഇപ്പോൾ നെക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഈ മെറ്റീരിയലിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചുറ്റിനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മടക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണോണ്ട് തന്നെ ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 2 കളറാണ്. ഇപ്പോൾ ടോപ്പ് പിങ്കും ബോട്ടം വേറെ കളറാണെങ്കിൽ അതിൻ്റെ പീസ് വെച്ചിട്ട് നമുക്കിതിൽ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ കുർത്തിയാണെങ്കിൽ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നെക്ക് ഒട്ടിച്ചതിൻ്റെ പീസിൻ്റെ നടുഭാഗം ഞാൻ ഒടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ നടുഭാഗത്ത് നീളത്തിൽ മടക്കി വെച്ചിട്ടാണ് അയൺ ചെയ്തെടുത്തേക്കുന്നത്. അതൊരു പാട് വീഴാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചോക്ക് വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്താലും മതി കേട്ടോ.
ഇനി ആ നടുഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാനാണ് മടക്ക് ഭാഗം കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ വെറുതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ആ മടക്ക് കറക്റ്റായിട്ട് വരണം. ഇതാ ഇങ്ങനെ, അല്ല തെന്നിയൊന്നും പോരുത് കേട്ടോ. തെന്നി പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ ഇതിപ്പോൾ ഞാനൊരു യോക്ക് വെറുതെ കാണിച്ചു തന്നോളൂ. നിങ്ങൾക്ക് കുർത്തിയിലൊക്കെ ഇതേ മോഡൽ ചെയ്യാം കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിച്ചടിക്കുക. ക്യാൻവാസിലേക്ക് സ്റ്റിച്ച് കയറി പോകരുത്, ക്യാൻവാസിൽ നിന്ന് അകന്നും പോകരുത്. ക്യാൻവാസിൻ്റെ തൊട്ട് തന്നെ സൂചി ഇങ്ങനെ കുത്തി കുത്തി ഇറങ്ങണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്യും. ഇപ്പം നമ്മൾ മോട്ടറുള്ള മെഷീനാണെങ്കിൽ മോട്ടറിൽ പതുക്കെ കാല് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴുത്ത് മൊത്തം അടിക്കുന്നവരെ നമ്മൾ സ്പീഡ് കുറച്ച്, വളരെ കുറച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു 1/4 ഇഞ്ച് സ്പേസ് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് ഏത് മോഡൽ നെക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു മോഡൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ ചെയ്ത് കാണിക്കുക. തുടർന്നും നല്ല നല്ല മോഡലുകൾ ഞാൻ നെക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുർത്തി ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല മോഡൽ കുർത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ നെക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. ഇനി കഴുത്ത് കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടാനായിട്ട് ഈ വളവുള്ള ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ ഈ മൂലയൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സ്ക്വയറായിട്ട് വന്ന ഈ മൂല കട്ട് ചെയ്യുക. കണ്ടോ, നൂല് വെട്ടിപ്പോരുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് വെട്ടരുത്. ഈ താഴ്ഭാഗത്ത് ആ സ്ക്വയർ വന്ന ഭാഗവും നമുക്കിതുപോലെ കട്ട് ചെയ്തിടാം. കണ്ടോ, ഇനി നമുക്കിതിനൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ മൂലയൊക്കെ നല്ല കറക്റ്റായിട്ട് പോയിന്റ് വരുന്ന രീതിയിൽ തന്നെ മറിച്ചെടുക്കുക കേട്ടോ. മറിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒന്ന് അയൺ ചെയ്തേക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാനപ്പോൾ അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഞാനിതിന് പാക്കിംഗ് കൊടുക്കാനായിട്ട് ഒരു യെല്ലോ കളർ പീസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്യാപ്പിനേക്കാളും ഒരു അപ്പുറത്തേക്ക് ഓരോ ഇഞ്ച് നീളം കൂടുതൽ, പിന്നെ നല്ല നീളത്തിലെടുത്തിട്ടുണ്ട്. 2ആക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് ഒന്നും വെക്കണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടിയാലേ കാണാൻ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ, ഇടാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പീസിൻ്റെ ഉള്ളിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടില്ല കേട്ടോ. അതിന് 2ആക്കി മടക്കിയിട്ടേക്കാണ്. പിന്നെ നെക്കിന്ന് കുറച്ചൊന്ന് ഇറക്കി വെച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോഴും ഇതേപോലെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടുസൂചി കുത്തി വെക്കാം. അകന്നൊന്നും പോകാതിരിക്കാൻ, കൂടുതൽ അടുത്ത് പോകാതിരിക്കാനൊക്കെ മുട്ടുസൂചി കുത്തി വെക്കാം. ഈ നടുഭാഗത്ത് ഈ പിങ്ക് കളർ ബട്ടൺസൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കുർത്തിയൊക്കെ ആണെങ്കിലേ വേറെ ഏതെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗം ഒന്ന് കെട്ടിട്ട് അടിച്ചേക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്കിതൊന്ന് കെട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക. അതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, കെട്ടിട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടിച്ച് തുടങ്ങാം. അപ്പോൾ അടിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ശ്രദ്ധിച്ചടിക്കണം. സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകരുത്. പിന്നെ ചുളിവ് വരാതെ നീറ്റായിട്ട് ഇങ്ങനെ അടിക്കുക കേട്ടോ. കണ്ടോ, അടിച്ചിട്ട് നമ്മുടെ ഈ മൂലഭാഗമൊക്കെ വരില്ലേ, അപ്പോൾ നല്ലോണം കുത്തി നിർത്തിയിട്ട് തന്നെ അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ വരും. മൂല തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. 15-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അഡ്വാൻസ് ക്ലാസ്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ പല മോഡൽ ഡ്രസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലാസ്സാണ്. ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. ഒന്ന് കയറി കണ്ടു നോക്കൂ. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. കൂടുതലായിട്ട് വന്ന ഈ തുമ്പൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ ഇതേപോലെ കുർത്തിക്ക് പല മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തോ തുന്നിയൊക്കെ പിടിപ്പിക്കാം, ഇങ്ങോട്ട് പറഞ്ഞു വരാണ്ടിരിക്കാനായിട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ 15-ാം തീയതി തുടങ്ങുന്ന ക്ലാസ്സിൻ്റെ ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ